ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ പിള്ളേർക്ക് ഗുരുവായൂരിൽ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അവരുടെ ഡാൻസ് ക്ലാസ്സിൽ ഒത്തിരി പിള്ളേരുടെ അരങ്ങേറ്റമാണ്. അപ്പോൾ അവരുടെ ഒപ്പം തന്നെ ഡാൻസ് ഇവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഓൺ ദ വേ ആണ്, ഗുരുവായൂരിൽ പോണ വഴിയാണ്. അപ്പോൾ ഞങ്ങളൊരു 9:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. 1 o'clock അവിടെ മേക്കപ്പൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ കൃഷ്ണ അമൃതം എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലാണ് ഇവർ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിരുന്നത്. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും മേലത്തെ ഫ്ലോറിലാണ് ഇവർ മേക്കപ്പിനൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ആക്കിയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഒരു മേക്കപ്പും ഹെയറും കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. ഭയങ്കര തിരക്കും ഭയങ്കര ചൂടുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും മമ്മി അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യണേണ്. പിള്ളേരുടെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേ. ഓരോരുത്തരായിട്ട് മേക്കപ്പ് ചെയ്യുന്നു, ഹെയർ കെട്ടുന്നു, ഹെയർ ഇങ്ങനെ സ്റ്റൈലിങ് ചെയ്യുന്നു. ഒരാൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഐബ്രോസും കണ്ണെഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. വേറൊരാൾ ഐ ഷാഡോ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്. ഇങ്ങനെ ഓരോരോ ആൾക്കാർക്ക് ഓരോരോ മേക്കപ്പിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തിരക്ക് അത്യാവശ്യം, പക്ഷേ സാധാരണ പോലെ അത്രയും തിരക്കില്ല. ഈ പ്രാവശ്യം കുട്ടികളുടെ നമ്പർ ഇത്തിരി കുറവാണ്. പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ടൈം ഇങ്ങനെ പോകുമ്പോൾ ദൈവമേ തീരുമോ എന്നുള്ളൊരു ടെൻഷനാണ് എപ്പോഴും. അപ്പോൾ പിന്നെ ഇവർ ഓൾമോസ്റ്റ് ഇങ്ങനെ കുറേ 3-4 തവണ ഇങ്ങനെ പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഇവർ എക്സ്പീരിയൻസ്ഡ് ആണ്. നമുക്കതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ സൈഡിൽ മാറിയിരിക്കുക ചെയ്തത്, ഞാനും മമ്മിയും കൂടി. അപ്പോൾ ഇവർക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഇവർ തന്നെ പോയി വേറെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ പോയി ഇരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വളരെ പെർഫെക്റ്റ്. നമ്മൾ ആദ്യം ഇങ്ങനെ ഫൗണ്ടേഷനും അതൊക്കെ ഇടണം കാണുമ്പോൾ തന്നെ നമുക്ക് വിചാരിക്കും ദൈവമേ ഇത് ഓവറായിരിക്കും. പക്ഷേ ഫൈനൽ ലുക്ക് ഏറ്റവും എപ്പോഴും അടിപൊളിയാട്ടോ. ഞാനും മമ്മിയാണെങ്കിൽ അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് തലവേദന എടുക്കുക, ചൂടൊക്കെ ആയിട്ട് തലവേദന എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ പിള്ളേർക്ക് അവിടെ ഓൾറെഡി അവർ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്നാക്സും വെള്ളമൊക്കെ. അപ്പോൾ ഞാനും മമ്മിയും കൂടി പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിട്ട്. അപ്പോൾ ഇവരോട് പറഞ്ഞിട്ട് ഞാനും മമ്മിയും കൂടി തൊട്ട് താഴെ അവിടെ നെസ്കഫേൻ്റെ ഒരു കൗണ്ടർ ഉണ്ട്. ഇത് വരുന്നത് നമ്മുടെ ആ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ ആയിട്ട് തന്നെ വരുന്നൊരു കുഞ്ഞൊരു കൗണ്ടറാണ് കേട്ടോ. അടിപൊളി കോഫിയാണ്, പക്ഷെ നല്ല ചൂടായിരുന്നു, വായ പൊള്ളിപ്പോയി. അപ്പം നല്ല കോഫിയും ചായയൊക്കെ കിട്ടുന്ന ഒരു ഔട്ട്ലെറ്റ് ആട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. എനിക്ക് ഈ കൊച്ചിൻ്റെ അച്ഛനെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യിക്കുന്നതും ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ചെറുപ്പമായിട്ട് എനിക്ക് ഓർമ്മ വന്നു. അതാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മമ്മി എടുത്തോണ്ട് നമുക്കൊരു കോൾഡ് ചോക്ലേറ്റും കൂടി ഒന്ന് കുടിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കോൾഡ് ചോക്ലേറ്റൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ കുടിക്കുമ്പോൾ ഞാൻ ഓർത്ത് പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് കോൾഡ് ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഭയങ്കര ചൂടാണ്. അവർ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തിൽ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഒരു കുപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുടിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ മണി അടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മണി അടിക്കുന്ന ആട്ടോ കണ്ടത്. അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ കുടിച്ച് തിരിച്ചു വന്നത്തേക്കും മറ്റേ മൂത്ത ആൾ ബാക്കി എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി അവൾ കണ്ണെഴുതാനും ഐബ്രോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അവർ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഹെയർ ചെയ്യാനും മാല കെട്ടാനും ഇതിനൊക്കെ നമ്മൾ കൂടെ നിൽക്കണം. കാരണം എന്താ വെച്ചാൽ അവർക്ക് ചരടും സ്ലൈഡും പിന്നും ഒക്കെ എടുത്തു കൊടുക്കാനൊക്കെ നമ്മൾ കൂടെ നിൽക്കണം. ഇങ്ങനെയൊക്കെ ആട്ടോ ഫൈനൽ ലുക്ക് വരുന്നത്. ആ ഒരു കുട്ടി ഹെയറൊക്കെ ചെയ്തേക്കുന്നുണ്ട്, ഓർണമെൻറ്റ്സ് ഇട്ട്, അങ്ങനെയാണ്. നല്ല രസമായിട്ടോ കാണാൻ. ഈ പ്രാവശ്യത്തെ മേക്കപ്പിനൊരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ഐ ഷാഡോ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഈ പ്രാവശ്യത്തെ മേക്കപ്പൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് മേക്കപ്പ് ഓർണമെൻറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ലുക്ക്. ഇനി മൂക്ക് കുത്താനും ഒക്കെ വെച്ചു കൊടുക്കാൻ വേറെ ആളാണ്, പൊട്ട് തൊടിയിക്കുന്നത് വേറെ ആളാണ്. അതായത് അത്രയും പിള്ളേരുള്ളതുകൊണ്ട് ഓരോരോ ഐറ്റം ചെയ്യാൻ ഓരോരോ ആൾക്കാരാണ് കേട്ടോ അവിടെ ഉണ്ടാവുന്നത്. ടോട്ടലി ഒരു 7 to 8 മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. കാരണം അത്രയും പിള്ളേരുണ്ടല്ലോ, അവർക്ക് കറക്റ്റ് ടൈമിൽ ചെയ്ത് തീർക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ചെയ്ത് തീർക്കണേ. അപ്പോൾ മറ്റേ ആളുടെ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി, ഓരോരുത്തർ ഡ്രസ്സൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഗ്രീനും ബ്ലൂവും ഓൾറെഡി അരങ്ങേറ്റം കഴിഞ്ഞ പിള്ളേരാണ്. ഒരുവിധം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എൻ്റെ മോളുടെ ആണെങ്കിൽ ഒരു വിരലിടാൻ മോതിരം ഇല്ല. അപ്പോൾ അവൾക്കൊരു മോതിരം വേണമെന്ന്, ശരിക്കും 6 വിരൽ മോതിരം വേണം എന്നാണ്. പക്ഷേ 6 വിരൽ അവൾക്ക് 5 വിരൽ മോതിരമേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് ഒരെണ്ണം കൂടി വേണമെന്ന് പറഞ്ഞിട്ടാണ് മേടിക്കാൻ പോണേണ്.
അപ്പോൾ പെട്ടെന്ന് ക്വിക്കായിട്ട് മേടിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ മേലെ കഴുകിയിട്ടായിരിക്കും ഇനി പ്രോഗ്രാമിന് വരാൻ പോകുന്നത്. പിന്നെ ഗുരുവായൂരിൻ്റെ അവിടെ എന്ന് വെച്ചാൽ ഒത്തിരി ഇങ്ങനത്തെ ഓർണമെൻറ്റ്സിൻ്റെ കടയുള്ളതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ മേടിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങ് ഞാനും മമ്മിയും കൂടി റൂമിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ. അപ്പോൾ എല്ലാവരും റെഡിയായി. അപ്പോൾ ഞാനും മമ്മിയും കൂടി ഇനി എല്ലാം എടുത്ത് ഞങ്ങൾ റൂമിലേക്ക് പോയി റെഡി ആയിട്ട് തിരിച്ച് വരാം എന്നുള്ള ഇതായിരുന്നു. ഹസ്ബൻഡും ഇളയമോളും അപ്പോഴത്തേക്കും ഞങ്ങൾ അവരെ അങ്ങോട്ടേക്ക് പിള്ളേരുടെ അടുത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇട്ട ഒരു സൽവാർ. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ സൽവാറാണ് കേട്ടോ. അവൾക്കൊരു ബുട്ടീക്ക് ഉണ്ട്. അപ്പോൾ അവളുടെ അടുത്ത് നിന്ന്, അതായത് എൻ്റെ മോളുടെ ക്ലാസ്മേറ്റിൻ്റെ അമ്മയുടെ കടയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്തത് കോവിലകം എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഞങ്ങൾ സ്ഥിരമായിട്ട് പാഞ്ചജന്യമിലാണ് സ്റ്റേ ചെയ്യുന്നത്. അത് ഈ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. കോവിലകമും പാഞ്ചജന്യത്തിന് തൊട്ടപ്പുറത്തായിട്ടാണ്. പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലാണ് പാഞ്ചജന്യം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ എത്തി. പിള്ളേർ റെഡിയൊക്കെ ആയി. അവർ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇനി അവർ സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 8:45 ആണ്. ഞാനും മമ്മിയൊക്കെ ഒരു 7:45 ആയപ്പോഴാണ് ഞങ്ങൾ റെഡിയായിട്ട് അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, സ്റ്റേജിൻ്റെ അവിടെ. അപ്പോൾ പിള്ളേർ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് ആളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിൽ, സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിൽ അരങ്ങേറാനുള്ള പിള്ളേരുടെ തട്ടം കൊടുക്കലും ദക്ഷിണ കൊടുക്കൽ പരിപാടിയൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ച് ഫ്രണ്ടിൽ തന്നെ, ഞങ്ങളെപ്പോഴും താഴെ ഫ്രണ്ടിലാട്ടോ ഇരിക്കുന്നത്. അവിടെ സീറ്റ് കസേരയൊക്കെ ഉണ്ട്, ഞങ്ങളെപ്പോഴും ഫ്രണ്ടിൽ തന്നെയാട്ടോ ഇരിക്കുന്നത്. അതാകുമ്പോഴത്തേക്കും ക്ലിയർ ആയിട്ട് കാണാനും പറ്റും, ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വീഡിയോസും എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഓൾറെഡി അരങ്ങേറി കഴിഞ്ഞ് പിള്ളേർ ഗണപതി ഇത് നൃത്തം ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണതാണ്. ഇത് അരങ്ങേറ്റത്തിനുള്ള പിള്ളേരുടെ ഡാൻസ് ആട്ടോ. അപ്പോൾ അരങ്ങേറാൻ ജസ്റ്റ് 20 പിള്ളേരുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ കുറച്ചുണ്ടായിരുന്നത് ഓൾറെഡി അരങ്ങേറ്റം കഴിഞ്ഞ പിള്ളേരുടെയാണ്. പിന്നെ സെക്കൻഡ് റൗണ്ട് ഇങ്ങനെ ഒരു 4 to 5 ടൈപ്പ് ഓഫ് ഡാൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, പിള്ളേരൊക്കെ ഇത്ര അടിപൊളിയായിട്ട് കളിക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മോളൊക്കെ ഇങ്ങനെ കളിക്കാൻ കാണുമ്പോൾ തന്നെ കണ്ണൊക്കെ നിറഞ്ഞു വരാറുണ്ട്. എൻ്റെ പിള്ളേർക്ക് ഇത്രയും വലുതായല്ലോ എന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഐറ്റം ഡാൻസസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 9:30 ആയിട്ടുണ്ടായിരുന്നു. 9:45 വരെ ഉള്ളായിരുന്നു നമ്മുടെ ടൈം. ഓൾറെഡി 9:30 ആയപ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡാൻസുകളൊക്കെ കഴിഞ്ഞിരുന്നു. ലാസ്റ്റ് ഇത് ക്ലോസിങ് സെറമണി ഡാൻസാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ഡാൻസ് നടക്കുന്ന സമയത്ത് സൈഡിൽ ഇതിൻ്റെ ചെറുതായിട്ടുള്ള ഡാൻസ് ചേച്ചിമാർ കളിക്കണ പോലെ അവരും ഡാൻസ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അവർക്കും ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് ഡാൻസ് കളിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അവൾ നിൽക്കുന്നത്. അപ്പോൾ ഡാൻസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇനി നേരെ റൂമിലേക്ക് പോകണതാണ്. റൂമിൽ പോയിട്ടാണ് അടുത്ത അംഗം ഈ മേക്കപ്പൊക്കെ മാറ്റൽ, തലയിലുള്ള കെട്ടും ഡ്രസ്സൊക്കെ ഊരൽ, ഇതെല്ലാം ഊരി കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്കാട്ടോ വന്നത്. പിള്ളേർക്കാണെങ്കിൽ നോൺ വെജ് കഴിക്കണം എന്നൊറ്റ നിർബന്ധമായിരുന്നു. കാരണം ഇവർ ഈ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവർ 2 ദിവസമായിട്ട് വെജായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം നോണാണ് ഇവർക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചപ്പാത്തിയും ചില്ലി ചിക്കനും, പക്ഷെ മമ്മിക്ക് വെജ് മതി എന്നാണ്. അപ്പോൾ ചപ്പാത്തിയും ചില്ലി ഗോബി ഡ്രൈ ആണ് മമ്മി ഓർഡർ ചെയ്തത്. അവിടെ ഈ പറഞ്ഞ നോൺ വെജ് കടകളൊക്കെ വളരെ കുറവാണ് ഗുരുവായൂരിൽ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്ലേറ്റ് കിട്ടിയിട്ട്, അപ്പോൾ ചെറുതിന് പ്ലേറ്റ് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് അവളിരിക്കുന്നത്. കാരണം അവൾ ചെറുതായതുകൊണ്ട് അവൾക്ക് ഒരു ഫൈബർ പ്ലേറ്റാണ് ചേട്ടൻ കൊണ്ടുവന്ന് കൊടുത്തത്. അതിൻ്റെ സന്തോഷത്തിലാട്ടോ ആളിരിക്കുന്നത്. അപ്പോൾ ഫൈനലി ഞങ്ങളുടെ ഫുഡ് വന്നു. ഇതും പിന്നെ ഒരു ജിഞ്ചർ ലൈമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. കുഴപ്പമില്ല, ചില്ലി ചിക്കൻ ആവറേജ് ആയിരുന്നു. അത്രക്കും വലിയ നമ്മുടെ എറണാകുളത്ത് കിട്ടുന്ന ഒരു ടേസ്റ്റ് നിങ്ങൾ ഒരിക്കലും ഇവിടെ നോൺ വെജിന് പ്രതീക്ഷിക്കേണ്ട. ഇവിടെ വെജാണ് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ആവറേജ് ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ ചില്ലി ഗോബി ഡ്രൈ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ടൈം ഓൾമോസ്റ്റ് ഒരു 11 o'clock ആയിട്ടുണ്ടായിരുന്നു. 10:30, 11 ആയതുകൊണ്ട് ഫുഡ് വിശപ്പ് അടക്കാനുള്ള ഫുഡ് മാത്രം ഞങ്ങൾ ഓർഡർ ചെയ്തു. ഇത്ര ലേറ്റ് ആയതുകൊണ്ട് ഒരുപാട് കഴിക്കാനും ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ജിഞ്ചർ ലൈമൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ റിട്ടേൺ പോവാൻ ഇരുന്നത്. കാരണം ഇവിടെ നിന്ന് ഇനി ഒത്തിരി ട്രാവൽ ഉണ്ടല്ലോ, നമുക്ക് എറണാകുളം വരെ വരുമ്പോഴത്തേക്ക് ഒരു 1.5 to 2 hours എടുക്കും. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ ഇന്നത്തെ പ്രോഗ്രാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ.